നമ്മുടെ രാജ്യം അത്യന്തം ദുഃഖകരമായ ഒരു കാലയളവിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ദുബായിലെ അൽ ബക്തൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നടന്ന അവിടെ അരങ്ങേറിയ എയർ ഷോയ്ക്കിടെ നടന്ന അപകടത്തിൽ നമ്മുടെ തേജസ് വിമാനം പരിപൂർണമായിട്ടും തകർന്നു, കത്തി നശിച്ചു. ആ വിമാനത്തിലുണ്ടായിരുന്ന വൈമാനികൻ അതിദാരുണമായി കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന് വീരമൃത്യു സംഭവിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമൻ സിയാൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും മിടുക്കരായ വൈമാനികരിൽ ഒരാളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഏറ്റവും അവസാന നിമിഷം വരെ തൻ്റെ വിമാനത്തെ സംരക്ഷിക്കാൻ, അതിനെ സുരക്ഷിതമായി നിലത്തിറക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ പരാജയപ്പെട്ടു. ഒപ്പം അദ്ദേഹത്തിന് തൻ്റെ ജീവനും ഹോമിക്കേണ്ടി വന്നു. ഈ അപകടം നടന്ന സമയം മുതൽ നമ്മുടെ രാജ്യത്ത് ഓരോ പൗരനും ഉയർത്തുന്ന ചോദ്യമുണ്ട്: എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ഇതൊരു സാധാരണ അപകടമാണോ? അതോ ഇതിൻ്റെ പിന്നിൽ അട്ടിമറിയുണ്ടോ? ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണോ? ഈ ചോദ്യം നമ്മുടെ രാജ്യത്തെ പൗരന്മാരൊന്നടങ്കം ഉന്നയിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും നമ്മുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലുമൊക്കെ ഇത് ചൂടേറിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. സാധാരണ എല്ലാ വർഷവും എയർ ഷോകൾ നടക്കാറുണ്ട്. എയർ ഷോകൾക്കിടയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. ഈ സൈനിക അഭ്യാസങ്ങൾ, വ്യോമസേനാ അഭ്യാസങ്ങൾ നടക്കാറുണ്ട്. അതിനിടയ്ക്കും ഇത്തരം അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അത് പതിവാണ്. അതിൽ പ്രത്യേകിച്ച് അട്ടിമറിയൊന്നും ഉണ്ടാകാറില്ല. അത് ഇതിൻ്റെ ഭാഗമായി സംഭവിച്ചു പോകുന്ന അപകടങ്ങളായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഈ ഓരോ തവണ എയർ ഷോ നടക്കുമ്പോഴും ഒന്നിലധികം അപകടങ്ങൾ, 11 വിമാനങ്ങൾ വരെ അപകടത്തിൽപ്പെട്ട സംഭവങ്ങൾ ചരിത്രത്തിലുണ്ട്. ഞാൻ അതിലേക്കൊന്നും വിശദമായിട്ട് പോകുന്നില്ല. എന്തുകൊണ്ട് നമ്മുടെ തേജസ്സിന് എന്താണ് സംഭവിച്ചത് എന്നാണ് നമുക്കറിയേണ്ടത്. എന്തായാലും ഇവിടെ ഇതൊരു സാധാരണ അപകടമായിട്ട് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം അതിവേഗത്തിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിമാനം ഒരു ആൻറ്റി ഗ്രാവിറ്റി ടേൺ എടുക്കുകയാണ്. അതിന് സാങ്കേതികമായിട്ട് പറയുന്ന ഒരു പേരാണ്, അല്ലെങ്കിൽ ഒരു പ്രയോഗമാണ് ആൻറ്റി ഗ്രാവിറ്റി ടേൺ. അങ്ങനെ എടുത്ത് ആ വിമാനം സ്വയം കീഴ്മേൽ മറിഞ്ഞ് പെട്ടെന്ന് തന്നെ കുതിച്ചു മുകളിലേക്ക് ഉയരുന്ന പ്രവൃത്തിയാണത്. അങ്ങനെ മുകളിലേക്ക് ഉയരാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ത്രസ്റ്റ് നഷ്ടപ്പെടുന്നു. ആ ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നു. ഇത് മുകളിലേക്ക് ഉയരാതെ താഴേക്ക് പതിച്ച് നിലത്ത് ഇടിച്ചിറങ്ങി തീ പിടിക്കുന്നു. ഒപ്പം നമ്മുടെ വൈമാനികന് ജീവൻ നഷ്ടമാകുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ ആൻറ്റി ഗ്രാവിറ്റി ടേൺ എടുത്തപ്പോൾ വിമാനത്തിന് ത്രസ്റ്റ് നഷ്ടപ്പെട്ടു എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതൊരു പക്ഷേ എൻജിൻ തകരാറിലാകാം. എൻജിൻ തകരാറ് കൊണ്ട് അങ്ങനെ സംഭവിക്കാം എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും സമാനമായൊരു അപകടം നമ്മുടെ രാജ്യത്ത് സമീപകാലത്ത് തന്നെ നടന്നിരുന്നു. അത് അഹമ്മദാബാദിലെ ആക്സിഡൻ്റാണ്. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ബോയിങ് വിമാനത്തിനും ഇതുപോലെ ത്രസ്റ്റ് നഷ്ടപ്പെട്ട് അത് യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് സമീപത്തൊരു കെട്ടിടത്തിലേക്ക്, ഒരു വലിയ ഫ്ലാറ്റിലേക്ക് അത് ഇടിച്ചു കയറുകയും 100 കണക്കിന് മനുഷ്യർ കൊല്ലപ്പെടുകയും ചെയ്തു. അത് ദാരുണമായ ഒരു അപകടമാണ്. എന്തുകൊണ്ട് ഈ ത്രസ്റ്റ് നഷ്ടപ്പെട്ടു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് കിട്ടേണ്ടത്. അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ തേജസ് വിമാനത്തിനും ത്രസ്റ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ലൈറ്റ് കോമ്പാറ്റ് ആണ്, നമ്മുടെ വ്യോമസേനയുടെ അവിഭാജ്യ ഘടകമാണ് തേജസ്. ഞാൻ അതിൻ്റെ സാങ്കേതിക കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. പ്രേക്ഷകരുടെ ശ്രദ്ധ ചില പ്രത്യേക പോയിന്റുകളിലേക്ക് ക്ഷണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ചർച്ചയായി മാറണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ഈ അഹമ്മദാബാദ് ആക്സിഡൻറ്റിന്, അല്ലെങ്കിൽ അഹമ്മദാബാദ് വിമാനാപകടത്തിന് സമാനമായ രീതിയിലാണ് ദുബായിൽ നമ്മുടെ തേജസിൻ്റെ അപകടവും സംഭവിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. രണ്ടിനും ത്രസ്റ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. മുകളിലേക്ക് പറന്നുയരാൻ സാധിച്ചില്ല. അങ്ങനെയാണ് 2 വിമാനങ്ങളും നിലത്ത് വീണ് അപകടം, അല്ലെങ്കിൽ താഴേക്ക് പതിച്ച് അപകടമുണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 2024 ഇത് നമ്മുടെ തേജസ് ശ്രേണിയിൽപ്പെടുന്ന വിമാനങ്ങളിൽ രണ്ടാമത്തെ ആക്സിഡൻ്റാണ്. ഒന്നാമത്തെ അപകടം 2024 മാർച്ച് മാസത്തിൽ രാജസ്ഥാനിലെ പൊക്രാനിൽ
നടന്നതാണ്. അന്ന് പക്ഷേ നമ്മുടെ വൈമാനികന് സമർത്ഥമായിട്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞു. അന്നും എൻജിൻ തകരാറാണ് സംഭവിച്ചത്. ഈ എൻജിൻ തകരാറ് കൊണ്ട് വിമാനം തകർന്നു എന്നാണ് വ്യോമസേനയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതിൻ്റെയും വിശദമായ അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. റിപ്പോർട്ടുകൾ പലതും സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അതൊക്കെ സൈനിക വിഷയങ്ങളായതിനാൽ പുറത്ത് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. മാധ്യമങ്ങൾക്ക് പോലും അതിൻ്റെ വിവരങ്ങൾ അവർ കൈമാറില്ല. അതങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ സൈനിക വിഷയങ്ങളിൽ അല്ലെങ്കിൽ സൈനിക രഹസ്യങ്ങൾ എപ്പോഴും രഹസ്യങ്ങളായിട്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ്. എന്തായാലും 2024 ശേഷം അങ്ങനെ ഒരു കാര്യം സംഭവിച്ചില്ല. ഇപ്പോൾ ഇവിടെ ദുബായിൽ അപകടത്തിൽപ്പെട്ട തേജസ് വിമാനം തന്നെ ആദ്യ 2 ദിവസം അതിമനോഹരമായി പറക്കുകയും നിരവധി അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് ഈ അവസാന ദിവസം 3-ാമത്തെ ദിവസം ഈ അപകടമുണ്ടായിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ദിവസവും ഉണ്ടാകാൻ ഒരു വിധത്തിലും യാതൊരു അലോസരങ്ങളും ഉണ്ടാകാതെ തൻ്റെ ദൗത്യം നിർവഹിച്ച ആ വൈമാനികനും അദ്ദേഹത്തിൻ്റെ വിമാനവും 3-ാം ദിവസം ഇങ്ങനെ ഒരു അപകടത്തിൽ പെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു ദുരൂഹത തോന്നിയാൽ നമുക്ക് കുറ്റം പറയാനാകില്ല. അതുപോലെ മറ്റൊന്ന്, ഇതിൻ്റെ സാഹചര്യ തെളിവുകളാണ് നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത്. എന്തുകൊണ്ട് ഏത് വിമാനാപകടത്തിലും അല്ലെങ്കിൽ ഏതൊരു ക്രൈമിലും അല്ലെങ്കിൽ ഏതൊരു സംഭവത്തിലും സാഹചര്യ തെളിവുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ലോകത്തെല്ലാ രാഷ്ട്രങ്ങളും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയുന്നതിന് കൃത്യമായിട്ടൊരു വില കൊടുക്കുന്നുണ്ട്. എല്ലാറ്റിനും നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും സാക്ഷികൾ ഉണ്ടാകണമെന്ന് നമുക്ക് നിർബന്ധിക്കാനാകില്ല. ഒരു പക്ഷേ സാക്ഷികളില്ലാത്ത സംഭവങ്ങളും നടക്കാം. അവിടെ നമുക്ക് സാഹചര്യ തെളിവുകളെ ആശ്രയിക്കുകയേ നിർവാഹമുള്ളൂ. ഇവിടെ നമുക്ക് ഈ തേജസിൻ്റെ കാര്യത്തിലേക്ക് മടങ്ങി വരാം. തേജസ് വിമാനം ആദ്യ 2 ദിവസം വളരെ ഭംഗിയായി ഈ അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്തു. ആ 2-ാം ദിവസം തേജസിനെതിരെ ഒരു ആക്ഷേപം ഉയരുന്നു. അത് പാകിസ്ഥാനാണ് ആ ആക്ഷേപം ഉയർത്തിയത്. തേജസിൻ്റെ ഇന്ധനം ലീക്ക് ചെയ്യുന്നു. തേജസ് പാർക്ക് ചെയ്തിരുന്ന, അതായത് ഹാങ്ങറിൽ, എയറോഡ്രോമുകളിൽ അല്ലെങ്കിൽ വിമാനത്താവളങ്ങളിൽ വിമാനങ്ങൾ പാർക്ക് ചെയ്യുന്ന, നമ്മൾ സാധാരണ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പോലെ വിമാനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്ന, ആ വാക്കാണ് പറയേണ്ടത്, അതിനെ പാർക്ക് ചെയ്തു എന്ന് പറയാൻ പാടില്ല, വിമാനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഹാങ്ങറുകളുണ്ട്. അവിടെ ഈ തേജസ് വിമാനത്തിൻ്റെ ഇന്ധനം ചോർന്നതായിട്ട് കണ്ടെത്തി എന്ന് പറഞ്ഞൊരു വലിയ പ്രചാരണം ആരംഭിച്ചു. സത്യത്തിൽ അതൊരു നുണ പ്രചാരണമാണ്. ഇന്ത്യ അതിന് കൃത്യമായ വിശദീകരണം കൊടുത്തു. എങ്കിലും ഈ സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വരും എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ. അതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ലോകത്തെങ്ങും പ്രചരിപ്പിക്കപ്പെട്ടു. തേജസ് ഒരു പൊളിഞ്ഞ സാധനമാണ്, അതിന് വലിയ മേന്മയൊന്നും പറയാനില്ല എന്ന തരത്തിൽ പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രചാരണം നടന്നു. അതിൽ പങ്കെടുത്ത മറ്റ് രാഷ്ട്രങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അത് നമ്മുടെ നയതന്ത്ര തലത്തിൽ നമുക്ക് പല ദോഷങ്ങളും ചെയ്തേക്കും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, പല രാഷ്ട്രങ്ങളും ഇന്ത്യക്കെതിരെ, ഇന്ത്യയുടെ തേജസ്സിനെതിരെ, ഇന്ത്യയുടെ അഭിമാന ചിഹ്നമായ നമ്മൾ വികസിപ്പിച്ചെടുത്ത വിമാനത്തിനെതിരെ, അതിൻ്റെ എഞ്ചിൻ മാത്രമാണ് നമ്മൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. അത് അമേരിക്കയുടെ GE ജനറൽ ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന കമ്പനിയുടെ എഞ്ചിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. GE F404 എന്ന എഞ്ചിനാണ് നമ്മൾ ഈ തേജസ്സിൽ ഉപയോഗിക്കുന്നത്. ആ എഞ്ചിൻ മാത്രമേ നമ്മൾ അവരിൽ നിന്ന് വാങ്ങിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം, അതിൻ്റെ ഏവിയേഷൻ അടക്കം ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചെടുക്കുന്നതാണ്. നമ്മുടെ സ്വന്തം കുട്ടിയാണ് തേജസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ അത്തരത്തിലുള്ള ആ തേജസ് വിമാനത്തിനെതിരെയാണ് ഈ നുണപ്രചാരണം നടത്തിയത്. അതിൻ്റെ വാസ്തവം എന്താണെന്ന് കൂടി ഞാൻ പറയാം. ഈ വിമാനം ഉയർന്ന അന്തരീക്ഷത്തിൽ പറക്കുമ്പോൾ അതിനുള്ളിൽ ഓക്സിജൻ കിട്ടണം. അതിനൊരു എൻവിറോൺമെൻ്റൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടാവും. ഒരു പരിസ്ഥിതി നിയന്ത്രണ സംവിധാനം വിമാനത്തിൽ എപ്പോഴും ഉണ്ടാകും. അത് വിമാനത്തിനകത്തും പുറത്തുമുള്ള നിരവധി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഞാൻ കൂടുതൽ സാങ്കേതികത്വത്തിലേക്ക് പോകുന്നില്ല. അതിൽ ഓൺബോർഡ് ഓക്സിജൻ ജനറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് വിമാനത്തിനുള്ളിലിരുന്ന് വിമാനത്തെ നിയന്ത്രിക്കുന്ന വൈമാനികന് ശ്വസിക്കാൻ പ്രാണവായു ഓക്സിജൻ കിട്ടണം. അതിന് ഓക്സിജൻ അകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടണം. അത് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായൊരു സംവിധാനം അതിലുണ്ട്. അങ്ങനെ അതിൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഈ എൻവിറോൺമെൻ്റൽ കൺട്രോൾ സിസ്റ്റം പ്രവർത്തിക്കുമ്പോൾ ഈ വിമാനത്തിനുള്ളിൽ ഇതിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് നീരാവി ഉണ്ടാകും.
ആ നീരാവി അതിനുള്ളിൽ സൂക്ഷിക്കുകയും വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം അത് ജലമായി പുറത്തേക്ക് ഒഴുക്കിക്കളയുകയും ചെയ്യും. ഇത്തരത്തിൽ പുറത്തേക്ക് ഒഴുക്കിക്കളഞ്ഞ ജലത്തെ ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ വ്യാജ പ്രചാരണം നടത്തിയത്, ഇന്ധനം ചോരുന്നു തേജസിന്റെ എന്ന്. ഇത് ഇന്ത്യ ഇക്കാര്യത്തിൽ വിശദീകരണം കൊടുക്കുമ്പോഴേക്കും അവർ ഇത് നടത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ലോകമെങ്ങും ഇത് അവർ വിവിധ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ഇത് ലോകമെങ്ങും പ്രചരിപ്പിച്ചു. ഇതിൻ്റെ ചില ദൃശ്യങ്ങളും പങ്കുവച്ചു. പക്ഷേ തൊട്ടുപുറകെ ഇന്ത്യയുടെ വിശദീകരണം വന്നു. ഞാനിപ്പോൾ സംശയിക്കുന്നത് ഇതൊരു മുന്നൊരുക്കമല്ലേ? തേജസ് എന്ന ഈ വിമാനം നിരവധി സാങ്കേതിക പിഴവുകൾ ഉള്ളതാണ്. ഇത് സാങ്കേതികമായി മികവുറ്റതല്ല. ഇത് ഇന്ത്യ അമേരിക്കയുടെ എഞ്ചിൻ വാങ്ങി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു വിമാനം, പോർ വിമാനം അല്ലേ എന്ന് വരുത്തി തീർക്കാനുള്ള ആരുടെയൊക്കെയോ കുൽസിത ശ്രമങ്ങളുടെ ഭാഗമായി നടന്ന മുന്നൊരുക്കമാണ് ഈ ഇന്ധനച്ചോർച്ച എന്ന ആരോപണം എന്ന് ഞാൻ സംശയിക്കുന്നു. എന്തായാലും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ രാഷ്ട്രത്തിൻ്റെ കാര്യമാണ്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഞാൻ അധികൃതരുടെ മുന്നിൽ വയ്ക്കുന്നത്, പ്രേക്ഷകരുടെ മുന്നിൽ വയ്ക്കുന്നത്, ലോകത്തിന് മുന്നിൽ വയ്ക്കുന്നത് ഈ സംശയമാണ്. ഇരിക്കട്ടെ, നമുക്ക് തിരിച്ചു വരാം വീണ്ടും. അതേസമയം മറ്റൊരു വലിയ ആക്ഷേപം നമ്മൾ കേൾക്കുന്നത് ഈ അമേരിക്കൻ എഞ്ചിനുകളിൽ കിൽ സ്വിച്ച് ഉണ്ടാകാറുണ്ട് എന്നാണ്. ആ എഞ്ചിനുകളെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് നിർവീര്യമാക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം റദ്ദാക്കാൻ കഴിയും എന്ന് പറയപ്പെടുന്നു. ഇതിന് സ്ഥിരീകരണമൊന്നുമില്ല. ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ലോകത്ത് ഒരുപാട് സ്ഥലത്ത് കേൾക്കുന്നുണ്ട്. അത് റഷ്യയ്ക്കുണ്ട്, അമേരിക്കയ്ക്കുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതിനൊന്നും ഉറപ്പില്ല. ഇത് സ്ഥിരീകരിച്ച ഒരു വാർത്തയുമല്ല. പക്ഷേ അങ്ങനെ ഒരു കിൽ സ്വിച്ച് ഉണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് എന്തുകൊണ്ട് തേജസിനെ നാണം കെടുത്താൻ, തേജസിൻ്റെ ആത്മാഭിമാനം നശിപ്പിക്കാൻ, ഇന്ത്യൻ വ്യോമസേനയുടെ ആത്മവിശ്വാസത്തിന് പോറലേൽപ്പിക്കാൻ, മങ്ങലേൽപ്പിക്കാൻ എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് അത് ചെയ്തുകൂടാ എന്ന ചോദ്യവും നമ്മൾ ഒഴിവാക്കിക്കൂടാ. അതുപോലെ ഞാൻ അഹമ്മദാബാദ് അപകടത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. ഇനി ഈ പറഞ്ഞ നമ്മുടെ ദുബായിലെ വിമാനത്താവളത്തിൽ ഒരു എയർ ഷോയ്ക്കിടയിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിക്കൂടാ എന്നൊന്നുമില്ല. പക്ഷേ അവിടെ ആ വിമാനത്താവളത്തിൽ അല്ലെങ്കിൽ ആ മേഖലയിൽ വലിയ സ്വാധീനമുള്ള രണ്ട് രാഷ്ട്രങ്ങളാണ് പാകിസ്ഥാനും അമേരിക്കയും. അതുകൊണ്ട് തന്നെ ഈ അട്ടിമറി സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന വേറെ നിരവധി കാര്യങ്ങളുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഡൽഹി, അതുപോലെ അമൃത്സർ, അതുപോലെ ജമ്മു കാശ്മീർ തുടങ്ങിയ പല സ്ഥലങ്ങളിലെയും വിമാനത്താവളങ്ങൾ സൈബർ അറ്റാക്കിന് വിധേയമായി. അവിടെയെല്ലാം ജാമിംഗ് ഉണ്ടായി. വിമാനങ്ങളെ ജാം ചെയ്യുന്ന, വിമാനങ്ങളുടെ പറന്നുയരാനുള്ള പ്രവൃത്തിയെ ജാം ചെയ്യുന്ന ഒരു സംഗതി ഇവിടങ്ങളിലെല്ലാം ഉണ്ടായി. ഇത് നമ്മൾ സമർത്ഥമായിട്ട് അതിനെയൊക്കെ നേരിട്ട് തോൽപ്പിച്ചു, ആ വെല്ലുവിളികളെല്ലാം അതിജീവിച്ചു. പക്ഷെ നിരന്തരം നമ്മുടെ രാഷ്ട്രങ്ങൾക്ക് നേരെ, നമ്മുടെ രാഷ്ട്രത്തിലെ വിമാനത്താവളങ്ങൾക്ക് നേരെ ഇത്തരത്തിൽ ഉണ്ടാകുമ്പോൾ നാം അത് ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ളൊരു ജാമിംഗ് ഇവിടെ തേജസ്സിന് നേരെ ഉണ്ടായോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതിന് ഉത്തരം പറയേണ്ടത് ദുബായിലെ അന്വേഷണ ഏജൻസികൾ കൂടിയാണ്. എന്തായാലും ആ ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. ഈ വിമാനങ്ങൾ ജാം ചെയ്യാൻ വേണ്ടുന്ന യന്ത്രങ്ങൾ ലോകത്തുണ്ട്. അത് ദുബായിൽ വളരെ എളുപ്പത്തിൽ എത്തിച്ച് തേജസിൻ്റെ ഓപ്പറേഷനെ തടസ്സപ്പെടുത്താം. അതും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യൻ വ്യോമസേന കൈവരിച്ച നേട്ടം ഏറ്റവും കൂടുതൽ വിരളി പിടിപ്പിച്ചത് പാകിസ്ഥാനെ അല്ല. പാകിസ്ഥാൻ എന്ന് പറയുന്ന ദരിദ്ര മുച്ചൂടും തകർന്ന ഒരു രാഷ്ട്രത്തിന് ഇന്ത്യയുടെ വ്യോമസേനയോട് മാത്രമല്ല, അല്ലെങ്കിൽ ഇന്ത്യൻ സേനയോട് മാത്രമല്ല, ഈ ഇന്ത്യയിലെ അർദ്ധസൈനിക വിഭാഗത്തിനോടോ നമ്മുടെ പോലീസിനോടോ പോലും പിടിച്ചു നിൽക്കാനുള്ള ശേഷിയില്ല എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂരിൽ നാം കൈവരിച്ച നേട്ടങ്ങളെ അസൂയയോടെ നോക്കിക്കാണുന്ന ഒരു കൂട്ടം രാഷ്ട്രങ്ങളുണ്ട്. അമേരിക്കയുണ്ട്, ചൈനയുണ്ട്, റഷ്യയുണ്ട്, മറ്റു പലരുമുണ്ട്. ഇവർക്കെല്ലാവർക്കും ഇക്കാര്യത്തിൽ ഭാരതത്തോട്, ഇന്ത്യയോട് കടുത്ത അമർഷവുമുണ്ട്. കാരണം വളരെ ചെറിയ ഒരു കാലയളവ് കൊണ്ട് വലിയ നേട്ടങ്ങൾ നമ്മൾ സ്വന്തമാക്കി എയർ ഡിഫൻസിൽ, വ്യോമസേനയിൽ. അപ്പോൾ ഇതൊക്കെ പലരെയും ആശങ്കപ്പെടുത്തുന്നു, അവരെ വിറളി പിടിപ്പിക്കുന്നു. അതൊരു സത്യമാണ്, അത് നിഷേധിക്കാൻ കഴിയില്ല. നമ്മുടെ റഫാല്, നമ്മുടെ തേജസ്, ഇത് രണ്ടും പലരുടെയും ലക്ഷ്യത്തിൽപ്പെടുന്നതാണ്. ആ സത്യവും നമ്മളിവിടെ ഓർക്കണം. അതുപോലെ തന്നെ സമീപകാലത്ത് നടന്നതാണ് ഡൽഹി ബ്ലാസ്റ്റ്.
13 പേരുടെ ജീവനെടുത്തു. ഈ ഡൽഹി ബ്ലാസ്റ്റിന് തൊട്ടു പുറകെ ഇതുണ്ടായി. നേരത്തെ അഹമ്മദാബാദിൽ വിമാനം പറന്നുയർന്ന് അത് അപകടത്തിൽപ്പെട്ടു. ഇങ്ങനെ തുടരെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ വെല്ലുവിളി നേരിടുന്നു. ഇന്ത്യയുടെ ശത്രു ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു കുൽസിത ശ്രമം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. നമ്മുടെ രാജ്യത്തെ വിവിധ പരസ്പരം മൈത്രിയോടെ സൗഹാർദ്ദത്തോടെ കഴിയുന്ന വിവിധ ജനവിഭാഗങ്ങളെ പരസ്പരം സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി പോരടിപ്പിക്കാൻ വേണ്ടുന്ന ഒരു രാജ്യാന്തര ഗൂഢാലോചന ഇതിൻ്റെയൊക്കെ പുറകിലില്ലേ എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതൊന്നും വെറും സംശയങ്ങളല്ല, ഞാൻ ഈ പറഞ്ഞ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുന്നതാണ്. എന്തായാലും തേജസ്സിനുണ്ടായ ദുരന്തത്തിന് കാരണം എന്താണെന്ന് കണ്ടെത്തിയേ മതിയാവൂ. അത് അട്ടിമറിയാണെങ്കിൽ ആ അട്ടിമറിച്ചവരെ നിയമത്തിൻ്റെ മുന്നിലെത്തി ഉചിതമായ ശിക്ഷ നൽകി അവരെ പാഠം പഠിപ്പിക്കണം എന്നുകൂടി ഞാൻ വളരെ താഴ്മയായി നമ്മുടെ ഭരണകൂടത്തോട് അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു.